ഹലോ ഗൈസ്, ഞങ്ങളീ പോകുന്നത് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിരുന്നു. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും സാധനങ്ങളെല്ലാം തീർന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് വരാൻ ഓർത്ത് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവരാനുള്ള ട്രോളി ബാഗാണ് ഈ വലിച്ചുകൊണ്ട് പോകുന്നത്. സാധാരണ സാറ്റർഡേ ഈവനിങ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാറുള്ളായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെയാണ് സമയം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും റേഞ്ച് റോവറും പെട്രോളൊക്കെ കിടക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ വണ്ടി ഉന്തിക്കൊണ്ട് നേരെ കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട് രാവിലെ. എല്ലാം നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് കേട്ടോ. പുറത്ത് നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചൊരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ചെല്ലും. അപ്പോൾ രാവിലെ ആയിട്ട് ചെറിയൊരു നടത്തവുമായി. അപ്പം നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റുമല്ലോ. ഇവിടെ വന്നത് പിന്നെ നമ്മുടെ സൺഡേ ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇതുപോലെ സാധനം മേടിക്കൽ, അലക്കൽ, പാത്രം കഴുകൽ, ഇതൊക്കെയാണ് നമ്മുടെ സൺഡേയിലെ പരിപാടികൾ. ഇപ്പോൾ ഇവിടെ നല്ല കാലാവസ്ഥയാണ്. പുറത്ത് വെയിലുണ്ടെങ്കിലും വലിയ ചൂടൊന്നുമില്ല. തണുത്ത കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ക്ഷീണവും അറിയത്തില്ല. അങ്ങനെ ഒരു 10 മിനിറ്റ് നടന്നതിന് ശേഷം നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. ആ പച്ച ബോർഡ് കാണുന്നതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ എത്തിയപാടെ നമ്മളൊരു ട്രോളി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സാധനങ്ങൾ എടുക്കാൻ തുടങ്ങാം. ഇത് രാവിലെ ആയതുകൊണ്ട് ഫ്രഷ് മീനൊക്കെ വന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട്. ഇന്ന് കപ്പയും മീൻകറിയും വെക്കാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ ഇത് ഈ എടുക്കുന്നത് ഫ്രോസൺ കപ്പയാണ് കേട്ടോ. ഇവിടെ എല്ലാ ഐറ്റംസും ഫ്രോസൺ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമുക്ക് ഫ്രോസൺ കപ്പ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് എടുക്കാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. എല്ലാ ബാറ്ററുണ്ട്, അപ്പം ബാറ്റർ, ദോശ ബാറ്റർ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അപ്പം ബാറ്റർ എടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ്. പിന്നെ ഇതൊരു ബനാന കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കുറച്ച് ഫിഷ്, ചിക്കൻ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. എല്ലാം ഒരു ആഴ്ചത്തേക്ക് നമുക്ക് ഓടിക്കാനുള്ള ഐറ്റംസാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഐറ്റംസും വാങ്ങി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങി നമ്മുടെ കൂടെല്ലാം കൂടെ നമ്മൾ കൊണ്ടുവന്ന ട്രോളി ബാഗിലേക്ക് ആക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ കയറുമെന്ന് തോന്നുന്നില്ലായിരുന്നു. പക്ഷേ ഏകദേശം 2 വലിയ ബാഗ് ഓക്കെ ആക്കി അകത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ, ഇത്രയും സാധനങ്ങൾ മേടിക്കണമെന്ന് ഓർത്തല്ല കേട്ടോ. പക്ഷേ നമ്മൾ സാധനങ്ങൾ എടുത്തെടുത്ത് വന്നപ്പോഴേക്കും ഇത്രയായി. അങ്ങനെ പണിപ്പെട്ട് 2ാമത്തെ കൂടും കൂടെ ഞാൻ ആ ബാഗിലേക്ക് സെറ്റാക്കി വെക്കുന്നുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ ആ കൂടും കൂടെ ബാഗിലേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിയിട്ട് അപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോകുന്ന പോക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ചീസ് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവിടെ ട്രെൻഡിങ് ആയിട്ടൊരു ചീസ് കേക്കാണ് കേട്ടോ. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എല്ലാവരും നല്ല റിവ്യൂ പറഞ്ഞൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സംഭവം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 14 ദിർഹംസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പീസ് എടുത്ത് ഒന്ന് കഴിച്ചു നോക്കാൻ പോകണേ. അപ്പോൾ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മേളിൽ ചീസൊക്കെ ഇട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും കേട്ടോ. അതുപോലത്തെ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പീസ് എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ ഐറ്റം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചീസ് കേക്ക് നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതുപോലത്തെ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ചീസ് കേക്ക് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സൺഡേ ഞങ്ങളൊരു മധുരം കഴിച്ച് അങ്ങ് തുടക്കം കുറിച്ചിരിക്കുകയാണേ. അപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ. ഇനി വേറൊരു വീഡിയോയിൽ കാണാം.